ഹാർട്ടി വെൽക്കം. ഓക്കെ, താങ്ക് യു. ആദ്യേ സെയിം പിഞ്ച്. പെട്ടെന്നൊരു ചെറിയ കുട്ടിയാവുന്ന ലക്ഷണമില്ലേ? നമ്മൾ സ്കൂളിലൊക്കെ കാണിക്കില്ലേ, ഒരേ ഉടുപ്പിടും സെയിം പേജ് എന്ന് അറിയില്ലേ? എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? അച്ഛൻ സുഖമായിരിക്കുന്നു. ഞങ്ങളുടെ കണക്ഷൻ പറയണേ. അച്ഛന്റെ 50-ാം വർഷം സിനിമയിൽ ആഘോഷിച്ചു. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ശരിക്കും ചേട്ടാ, ചെറിയ പ്രായത്തിലൊക്കെ അച്ഛൻ ഇത്രയും വലിയ സ്റ്റാർ ആണ്. ആ ഒരു ടൈം എങ്ങനെയായിരുന്നു? അത് എനിക്ക് വളരെ നോർമലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം അച്ഛൻ സംഗതി ആ സമയത്ത് സിനിമയൊക്കെ കൂടുതലും മദ്രാസിലാണല്ലോ. അച്ഛൻ കൂടുതലും മദ്രാസിലാണ്. പക്ഷെ അച്ഛൻ നാട്ടിലേക്ക് വന്ന അച്ഛൻ എൻ്റെ സ്കൂളിലേക്ക് വരും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ അവർക്കൊക്കെ ശ്രീജിത്തിന്റെ അച്ഛൻ എന്നുള്ള രീതിയാണ് കൂടുതൽ. ഒരു ആക്ടർ എന്നുള്ള രീതിയൊക്കെ അവർക്ക്, കാരണം തുടക്കം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങളെല്ലാ ബാച്ച്മേറ്റ്സും വളരെ ചെറിയ ക്ലാസ്സാണ്. അപ്പൊ ഞങ്ങളൊരു 10-20 ആൾക്കാരെ താഴെയുള്ള ഒരു ക്ലാസ് മാത്രമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനെ PG രവി എന്നുള്ള ആക്ടർ എന്നുള്ള സാധനത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ ഞങ്ങളുടെ LKG മുതൽ 12ാം ക്ലാസ് വരെ ഇതേ ആൾക്കാർ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഷഫ്ലിംഗ് ഒന്നുമില്ല. പിന്നെ ബാച്ചുകളൊന്നുമില്ല, അങ്ങനെ ഡിവിഷൻസ് ഉണ്ടായിരുന്നില്ല. കുറവായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒറ്റ ഡിവിഷൻ ആയിരുന്നു. കാരണം പുതിയ സ്കൂളായിരുന്നു. ഞങ്ങൾ വളർന്നതിനനുസരിച്ച് സ്കൂള് വലുതായിരുന്നു. ഹരിശ്രീ എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള സ്കൂളാണ്. അപ്പൊ ഇത് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒരു അടുത്ത കൊല്ലം ആകുമ്പോൾ 2ാം ക്ലാസ് നമ്മൾ തുടങ്ങും. അങ്ങനെ അപ്പൊ ഞങ്ങളെപ്പോഴും സൂപ്പർ സീനിയേഴ്സാ. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ ബാച്ച് മാത്രമേ ത്രൂ ഔട്ടുള്ളൂ. അപ്പൊ ഇവർക്കൊക്കെ എൻ്റെ അച്ഛനെ വളരെ പേഴ്സണൽ ആയിട്ട് അറിയാം. അപ്പൊ അത് കാരണം ഈ ഒരു ആക്ടർ പരിപാടി അവിടെ ഇല്ല. ഓ ശരി. പക്ഷെ എന്നാലും ചേട്ടാ, ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമുക്കായാലും ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരാളൊരു ഫിലിം സ്റ്റാർ അല്ലെ ഫിലിം ആക്ടർ ഒക്കെ ആവുമ്പോ നമുക്ക് അതിൻ്റെതായ ഒരു ചെറിയൊരു ഷാഡോ മകനിലേക്ക് എത്തില്ലേ? അപ്പൊ ആ ഒരു രീതിയില് അച്ഛൻ ആക്ടർ ആയി കഴിഞ്ഞു. അപ്പൊ എത്രയല്ല ആ ഒരു തേർഡ് പേഴ്സൺസ് ഒക്കെ അങ്ങനെ. അതായത് സ്കൂളിൽ ഇല്ല, പക്ഷെ പുറത്തു പോകുമ്പോ ശരിയാണ്. പല ആൾക്കാരും അങ്ങനെ അച്ഛനോട് പെരുമാറുന്നത് മറ്റുള്ള ഒരാളുടെ പെരുമാറുന്ന പോലെയല്ലോ. ഒരു ആക്ടർ എന്ന് പറയുമ്പോ എന്തായാലും അതിന്റെ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ലില്ല. സ്കൂളില് നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇല്ല. ഒരു കാരണം എന്താ വെച്ചാൽ എന്റെ അപ്പുറത്തെ പ്രിൻസിപ്പൽ നളിനി മിസ് പറഞ്ഞ മിസ്സിനെ അച്ഛൻ ഓപ്പാന്ന് വിളിക്കുക. അപ്പൊ അത്രയും അടുപ്പാണ്. അപ്പോ അവിടെ രവിയും ഓപ്പയാണ്. അപ്പൊ അവിടെ നമുക്ക് അങ്ങനെ സ്പേസ് അല്ല. അത് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ പോയിരുന്ന ഒരു സ്കൂളാണ്. അത്രയും ചെറിയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു. അതിനകത്ത് അത്രയും ഞാൻ ഉദ്ദേശിക്കുന്ന പക്ഷെ പുറത്തു പോകുമ്പോ ചില സ്ഥലത്തൊക്കെ അച്ഛനെ കാണുമ്പോൾ ആൾക്കാരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലാണ്. കാരണം ആ സമയത്ത് കുറെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കുറെ ആൾക്കാർക്ക് പേടിയായിരുന്നു അച്ഛനെ. എനിക്കൊക്കെ പേടിയായിരുന്നു സത്യമായിട്ട്. അച്ഛൻ കൂടുതലും വില്ലൻ വേഷങ്ങളാണ് ഏറ്റവും കൂടുതൽ. ശരിക്കും ചേട്ടന് പേടിയില്ലായിരുന്നു അച്ഛനെ? എനിക്കാ ഇന്നും പേടിയാ. ആവശ്യമില്ല. ഈ നമുക്കെന്താ വെച്ചാ ഇപ്പൊ ഞാൻ എന്റെ മക്കളോട് പെരുമാറുന്ന പോലെ അല്ലല്ലോ പണ്ട്. അച്ഛൻ നമുക്ക് എപ്പോഴും ഒരു റെസ്പെക്ട് പ്ലസ് സ്നേഹം പ്ലസ് പേടി, ഇത് നമ്മുടെ അച്ഛനോട്ടുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ വളർന്നു. ഞാൻ വളർന്നതിനൊപ്പം അതും വളർന്നു. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴും. അച്ഛനൊന്ന് ഇപ്പൊ പറയും എന്റെ അടുത്ത്, അച്ഛൻ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മളൊന്നും പേടിയല്ല. അച്ഛനോട് ഈ പറഞ്ഞ മാതിരിയാണ്. അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഒരു കൂടുതൽ റെസ്പെക്ട് ആണ്. എനിക്ക് തോന്നുന്നു അച്ഛനോട് ഞാനാണ് കൂടുതൽ കമ്പനി ആയിട്ട് നിൽക്കുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ പെരുമാറുന്നത്. അച്ഛൻ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ മക്കളുടെ അടുത്ത് എപ്പോഴും കുറച്ചൊരു സ്ട്രിക്റ്റ് അല്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുത്തേക്കുന്നത് അങ്ങേയറ്റത്ത് ബഹുമാനാണ്. അച്ഛന്റെ സിനിമയൊക്കെ ചെറുപ്പത്തിൽ കാണും. അപ്പൊ പേടിയാവില്ലേ അച്ഛനെല്ലാം ആ വില്ലൻ വേഷം ചെയ്ത് കഴിഞ്ഞാൽ? പേടിയാവില്ല. പക്ഷെ ബാക്കിൽ നിന്ന് കമന്റുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പ്രയാസമൊക്കെ കുഞ്ഞിലായിരുന്നപ്പോ എനിക്ക് തോന്നാറുണ്ട്. അതേ വന്നു ദുഷ്ടൻ എന്നുള്ള ആദ്യം ഒരു 5-6 പേരെങ്കിലും ബാക്കിൽ നിന്ന് പറയും. അച്ഛൻ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലേ അച്ഛൻ നല്ലതാണെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ പ്രയാസം. ശരിക്കും ആ ഒരു റിയൽ ആക്ടറിനെ നമ്മൾ അവിടെ സമ്മതിക്കണം അല്ലെ? നമ്മളെ ഒരാള് പരാമർശിക്കുമ്പോ അല്ലെങ്കിൽ ഒരു കുറ്റം പറയുമ്പോ അയ്യോ ദേ വരുന്ന ദുഷ്ടം എന്ന് പറയുമ്പോ ആ ക്യാരക്ടർ അദ്ദേഹം എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാ അല്ലെ? അച്ഛനെ പറ്റി ഇങ്ങനെ ഒരു ഇമേജ് നമുക്ക് ബേസിക്കലി നമ്മൾ വെളിയിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ, അച്ഛൻ ഈവൻ സോ പാവാണെങ്കിൽ പോലും നമുക്കെല്ലാം അയ്യോ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും വീട്ടിലൊക്കെ. അപ്പൊ ഇദ്ദേഹത്തെ കാണുമ്പോ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അച്ഛന്റെ സിനിമകൾ കണ്ടിട്ടില്ല. നന്നായി. ഞാൻ സതയവും ധ്രുവവും മാത്രമാണ്. ഞാനൊക്കെ ആ സമയത്തേക്ക് അച്ഛൻ സിനിമയൊക്കെ വിട്ട്
അപ്പൊ നമ്മുടെ സമയത്ത് കണ്ടിട്ടുള്ള ഒരു പടമാണ് ധ്രുവം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ. അത്രയും പിന്നെ ഞങ്ങൾ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ്. അപ്പൊ അച്ഛനെ പല ഫംഗ്ഷൻസിനും കാണുമ്പോഴും സിനിമയിൽ കാണുന്ന ഒരു പഴയ ടി ജി രവി എങ്ങനെയാന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ബിസിനസ്സും കാര്യങ്ങളായിട്ട് ചെറിയ ബ്രേക്ക് എടുത്തത്. ആ ബ്രേക്കിന്റെ സമയത്താണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. എനിക്ക് വീട്ടിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് അച്ഛൻ എന്നോട് കാണാൻ പറഞ്ഞത് പാവംക്രൂരനാണ്. എന്നോട് പറഞ്ഞു എന്റെ നല്ലൊരു പടമുണ്ട്. അപ്പൊ ഞാൻ വന്ന സമയമാണ്. അപ്പൊ എല്ലാരും കൂടി ഇരുന്ന് കുറച്ച് കഴിയുമ്പോ ഇവരൊക്കെ പോയി, ഞാൻ ഒറ്റയ്ക്ക്. അങ്ങനെ ഒരു ആ സിനിമ അത്രയും ഒരു ഭയങ്കര ഡാർക്കാണല്ലോ പടം. പക്ഷെ അച്ഛനത് ഭയങ്കര പ്രൗഡായിട്ടാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് അതിന് അച്ഛൻ എനിക്കൊന്ന് ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ട് കുറെ പേര് അതുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ, ഒരു സീരിയൽ കില്ലർ പരിപാടി തന്നെയാണ് അതിന്റെ അകത്തുള്ളത്. അപ്പൊ അതൊക്കെ ഒരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അച്ഛൻ ശരിക്കും നിങ്ങളുടെ ഡിസ്റ്റന്റ് റിലേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ കല്യാണം ആലോചിച്ചാന്നോ? അല്ല, ഞങ്ങള് പ്രണയിച്ച കല്യാണം കഴിച്ചാണ്. അതിന്റെ ഇടയിൽ കൂടെ അച്ഛൻ കണ്ടില്ല, ജനിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം അതിനൊരു പാവം ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഒരു പോക്ക് എങ്ങനെയായിരുന്നു? അല്ല, അത് തന്നെ ഞങ്ങൾ ഈ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആയ കാരണം പല കല്യാണങ്ങൾ കാണും, പലതും കോമൺ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ പോകുമ്പോ ഇങ്ങനെ കാണും. എന്റെ ഫസ്റ്റ് കസിൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ആളുടെ ഫസ്റ്റ് കസിനെയാണ്. അപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. റിലേഷൻ കുറച്ചുകൂടെ അടുത്തു. അപ്പോഴാണ് ശരിക്കും ഞങ്ങൾ അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. പഠിക്കുകയൊക്കെ ആയ കാരണം കണ്ടിട്ടില്ലേ. പിന്നെ ആ സമയത്ത് കല്യാണം ആലോചിക്കുന്ന സമയത്ത് എന്റെ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക, ഇതായിട്ടില്ല. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആയിട്ട്. അപ്പൊ എന്റെ കല്യാണം എനിക്ക് 29-30 മുട്ടിങ്ങനെ നിൽക്കുക. ഞാനിങ്ങനെ പോരെന്ന് നിൽക്കണ കാരണം അന്വേഷണം നടക്കണം. അമ്മ പല സ്ഥലത്തും കല്യാണങ്ങൾക്ക് പോകുമ്പോ നല്ല കുട്ടികൾ. അപ്പൊ ഇതിനെ കണ്ടു. അപ്പൊ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു നല്ലൊരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പൊ അമ്മ ഇവിടുന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇല്ല, ആ കുട്ടി +2 മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു റോങ് ഇൻഫർമേഷൻ. അപ്പോൾ ഡിഗ്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയോ അവിടുത്തെ കോളേജിലത്തെ മേഴ്സി കോളേജിലാണ് പഠിച്ചത്. മേഴ്സി കോളേജ് അറിയാലോ? അപ്പൊ മേഴ്സി കോളേജിലാണ് പഠിച്ചത്. മേഴ്സി കോളേജില് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്നെ അന്വേഷിച്ച് നമ്പറൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിരിക്കുക. കുറച്ച് സിനിമകൾ ചെയ്തുള്ളൂ, അങ്ങനെ ഒരുപാട് ചെയ്തിട്ടില്ല. മയൂഖം, ചാന്തുപൊട്ട്. അപ്പൊ ഇത് പിടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് പിന്നെ പ്രണയമായി. അങ്ങനെ സംസാരിച്ച് മാറ്റി. ഞാൻ ഷൂട്ട് കാരണം പോകാൻ പറ്റിയില്ല. പക്ഷെ മുറിച്ചില്ല. നമ്മളപ്പുറത്തൊരു കിളിനാദം കേട്ടപ്പോ അപ്പൊ അതിങ്ങനെ സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അന്ന് കണ്ട കുട്ടി തന്നെയാണ്, അത് ആദ്യം അമ്മയോട് പറഞ്ഞ കുട്ടി തന്നെയാണ് ഇത് എന്നുള്ളത്. കുറെ കാലം ശേഷമാണ്, പ്രണയമൊക്കെ അതിന് ശേഷമാണ് അറിയുന്നത്.